ملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ അലൈനാ ബിൽ ഈമാൻ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ضيفا نومه ويكافي مزيدا اللهم اوصل وبلغ مثل ثواب ما كريناه وما صليناه وما سلمناه هذه هدية واصلة ورحمة نازلة وبركة شاملة وقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم اللهم اعطه الوسيلة والفضيلة والدرجة الرفيعة وبعثه مكانا محمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تهرنا رؤيته وخوردنا هذا المورود أرحم الرحيم يا ربي ഞങ്ങൾ മദീനയിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ് 4600 കിലോമീറ്റർക്കപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളെ ചങ്കിലെ ചോരയായ കരുണമായ ഹബീബായ മുത്തുനബിയുടെ റൗള ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് ഇവിടെ വന്നവർക്ക് ഖൈർ നൽകണേ അല്ലാഹ് ഇവിടെ വന്നവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ് ഇവിടെ വന്നവരെ സങ്കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ് ഒരാപത്തിലും ഞങ്ങളെ പെടുത്തല്ല റബ്ബേ ഞങ്ങളെ മക്കളെ പെടുത്തല്ല റബ്ബേ ഞങ്ങളെ ഭർത്താക്കന്മാരെ പെടുത്തല്ല റബ്ബേ ഞങ്ങളെ മരുമക്കളെ പെടുത്തല്ല റബ്ബേ പേരമക്കളെ പെടുത്തല്ല റബ്ബേ ആങ്ങളമാരെ പെടുത്തല്ല റബ്ബേ ഞങ്ങൾ പോകുന്ന വഴികളിൽ റഹ്മത്തിന്റെ മാലാകമാരെ നീ ഇറക്കി കൊടുക്കണേ അല്ലാഹ് ഒരാളെ മുന്നിൽ ഞങ്ങളെ തരം താഴ്ത്തേ ഞങ്ങളെ കടങ്ങൾ വീട്ടിക്കൊണ്ട് റബ്ബേ കടക്കാരനായി ഞങ്ങൾ മരിപ്പിക്കല്ല റബ്ബേ ഈമാൻ സലാമത്താക്കണേ അല്ലാഹ് ഖൈർ നൽകണേ അല്ലാഹ് ബറക്കത്ത് നൽകണേ അല്ലാഹ് ഒരാളെ മുന്നിലും ഞങ്ങൾക്ക് ഇസ്സത്ത് പണയം വെക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ അല്ലാഹുവേ നൂറെ ഹബീബിന്റെ മുത്തുമണികളാണ് സ്വർഗ്ഗം വാജിബാക്കണം അല്ലാഹ് സ്വർഗ്ഗം വാജിബാക്കണം അല്ലാഹ് നരകം ഹറാമാക്കണേ അല്ലാഹ് നരകം ഹറാമാക്കണേ അല്ലാഹ് അല്ലാഹ് ഞങ്ങളെ മക്കള് പ്രവാസികളാണ് ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാണ് അല്ലാഹുവേ ഞങ്ങളെ പേരമക്കള് പ്രവാസികളാ ഞങ്ങളെ ഉപ്പമാര് പ്രവാസികളാണ് ഞങ്ങളെ പേരക്കുട്ടികളും മരുമക്കളും പ്രവാസികളാ അവരെ ജനാസ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ കാണേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ അല്ലാഹുവേ അഹ്ലു ബൈത്തിനെ തേടി വന്നവരാ അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവരാ റസൂലുള്ളാഹിന്റെ തണൽ നൽകണേ അല്ലാഹ് മദീന കാണാതെ ആ പച്ചക്കുപ്പ കാണാതെ അബൂബക്കർ തങ്ങളെ കാണാതെ ഉമർ തങ്ങളെ കാണാതെ ജന്നത്തുൽ ബഖ കാണാതെ അവിടെ കിടക്കുന്ന ലക്ഷോപലക്ഷം സഹാബികൾക്ക് ഒരു സലാം പറയാതെ ഞങ്ങളെ റൂഹിനെ പിടിക്കല്ല റബ്ബേ ഒരുപാട് വിഷമത്തോടു കൂടി ഞങ്ങളെ ഗേറ്റ് കടന്നു വന്നവരാ വിഷമങ്ങൾ മാറ്റി കൊടുക്കണമല്ല രോഗങ്ങൾ ശിഫയാക്കണമല്ല ഒരുപാട് പേര് രോഗികളാണ് ട്യൂമറുള്ളവരുണ്ട് തലവേദന വന്നവരുണ്ട് മൈഗ്രെയിൻ ഉള്ളവരുണ്ട് ചെന്നിക്കുത്തുള്ളവരുണ്ട് തലയിൽ മുഴയുള്ളവരുണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട് കണ്ണ് ഓപ്പറേഷൻ ചെയ്തവരുണ്ട്
കണ്ണിൽ തിമിരം വന്നവരുണ്ട്, ചെവി കേൾക്കാത്തവരുണ്ട്, ചെവി പൊട്ടി ഒലിക്കുന്നവരുണ്ട്, അലർജി രോഗങ്ങളുള്ളവരുണ്ട്, തുമ്മലുള്ളവരുണ്ട്, മൂക്കിൽ ദശയുള്ളവരുണ്ട്, വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട്, തൊണ്ടയിൽ മുളയുള്ളവരുണ്ട്, ടോൺസസ് ഉള്ളവരുണ്ട്, തൈറോയ്ഡ് വന്നവരുണ്ട്, PCOD വന്നവരുണ്ട്, അല്ലാഹുവേ നെഞ്ച് വേദനിക്കുന്നവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്, ശ്വാസം മുട്ടുള്ളവരുണ്ട്, ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, വാൽവ് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, വയറ്റിലെ ക്യാൻസർ ഉള്ളവരുണ്ട്, ആമാശയത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്. ഖാലിഖായ പടച്ച റബ്ബേ, മൂത്രാശയ രോഗങ്ങളുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, കിഡ്നിയിൽ നീരുള്ളവരുണ്ട്, ഗർഭപാത്രം താഴ്ന്നു പോകുന്നവരുണ്ട്, ഗർഭപാതത്തിൽ പ്രയാസങ്ങളുള്ളവരുണ്ട്, ഗർഭപാത രക്തം കട്ടപിടിക്കുന്ന രോഗങ്ങളുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ പ്രയാസങ്ങൾ വന്ന് ബ്ലീഡിങ്ങിന്റെ രോഗമുള്ളവരുണ്ട്, പൈൽസിന്റെ രോഗങ്ങളുള്ളവരുണ്ട്, മുട്ടുവേദനിക്കുന്നവരുണ്ട്, യൂറിക് ആസിഡ് ഉള്ളവരുണ്ട്, ആമവാദമുള്ളവരുണ്ട്, രക്തവാദമുള്ളവരുണ്ട്, ചുടുവാദമുള്ളവരുണ്ട്. അല്ലാഹ് ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ തരല്ല റബ്ബേ, മാരകമായ രോഗങ്ങൾ തരല്ല റബ്ബേ. ഒരാൾക്കും ഞങ്ങളെ ബാധിതയാക്കില്ല റബ്ബേ, ഞങ്ങളെ മക്കൾക്ക് ബാധിതയാക്കില്ല റബ്ബേ. ഒരു ഉമ്മ വന്നിട്ട് പറയാണ്, മരിക്കാൻ ദ്വാരിക്കണേ, എന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് എന്റെ പൊന്നു മക്കളെ ഞാൻ നല്ല നിലയിൽ വളർത്തിയതാണ്, സന്തോഷത്തോടെ വളർത്തിയ മക്കളാണ്, എന്റെ മക്കള് വലുതായി സുബ്ഹാനല്ലാഹ് സന്തോഷത്തോടെ ജീവിച്ചതാണ്. കല്യാണം കഴിഞ്ഞപ്പോ അവനിക്ക് എന്നെ വേണ്ട തിങ്ങളെ, എനിക്കൊരു ബ്രസ്റ്റിനൊരു മുഴ വന്നിട്ട് ഡോക്ടർ കാണിച്ചപ്പോ ഡോക്ടർമാര് പറഞ്ഞു ക്യാൻസർ ആണ് ഉമ്മ. ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ എന്റെ പൊന്നുമോൻ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഉമ്മാക്ക് ക്യാൻസർ ആണ്. മകന് ലാഘവത്തോടെ പറയാത്ത നിങ്ങൾ മരിച്ചോട്ടെ. എന്നോട് പറയാണ്, ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ട് അടുത്ത വീട്ടില് ഞാൻ പോയി പാത്രം കഴുകിയിട്ട് എന്റെ പെണ്ണുമക്കളെ വളർത്തിയതാ. പെണ്ണുമക്കൾക്ക് എന്നെ വേണ്ട. ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ബാധ്യതയാക്കല്ല റബ്ബേ, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കല്ല റബ്ബേ, ഞങ്ങളെ ഭാര്യമാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ല റബ്ബേ. ഒരു മൂലയിൽ കടന്ന് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാൾ എടുക്കേണ്ട ഒരു അവസ്ഥ വരുത്തില്ല റബ്ബേ. ഞങ്ങൾ ആധാരങ്ങൾ ഞങ്ങളെ സ്വർണ്ണാഭരണങ്ങളും ബാങ്കിൽ നിന്ന് എടുക്കാനൊരു വഴി കാണിച്ചു കൊണ്ട് റബ്ബേ. ഒരാളെ ഹക്കും ഭക്ഷിക്കേണ്ട ഒരവസ്ഥ വരുത്തില്ല റബ്ബേ. കളവ് പറയേണ്ട നാവ് തരല്ല റബ്ബേ, പട്ടിണി കടത്തല്ല റബ്ബേ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ വന്നവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ടെങ്കിൽ വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണേ അല്ലാഹ്. വാടക വീട്ടിൽ കഴിയുന്നവരാണെങ്കിൽ ആ വീട് വിലക്ക് വാങ്ങാനുള്ള സമ്പത്ത് നൽകണേ റബ്ബേ. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ നീ മാറ്റിക്കൊണ്ട് റബ്ബേ. നിന്നോടല്ലാതെ സങ്കടങ്ങൾ ആരോട് പറയാനാ? ഞങ്ങൾക്ക് നരകം ഹറാമാക്കണല്ല, സ്വർഗം ഞങ്ങൾക്ക് വാജിബാക്കണല്ല. ഞങ്ങളെ മക്കളെ നന്നാക്കണല്ല. പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെട്ട് വാപ്പാനെ മറന്ന് ഉമ്മാനെ മറന്ന് ആരിനെ മറന്ന് മക്കളെ മറന്ന് മറ്റൊരാളെ കൂടെ ഒളിച്ചോടി പോകട്ടല്ല. ഞങ്ങളെ മക്കൾക്ക് കൊടുക്കല്ല റബ്ബേ, ഞങ്ങളെ ഭാര്യമാർക്ക് കൊടുക്കല്ല റബ്ബേ. അരമണിക്കൂർ മുമ്പ് ഒരു ഉമ്മ വന്നിട്ട് പറയാണ്, വല്ലാത്ത പ്രയാസത്തിലാണ് തങ്ങളെ മരുമകൾക്ക് ഭർത്താവിന് വേണ്ട, മക്കളെ വേണ്ട. എന്റെ മകന്റെ ഭാര്യ ബസ്സിലൊരു ഡ്രൈവറെ പ്രേമിക്കുന്നുണ്ട്. അവളെ മതി പോലും 3 മക്കളെ ഉപേക്ഷിച്ചിട്ട്, ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഒരാളെ കൂടെ ഒളിച്ചോടി പോവാൻ നിൽക്കുകയാണ്. കൽബ് കൊടുക്കില്ല റബ്ബേ. ആ മകളെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ദിവസത്തോട് കൂടിയാണ് ഈ ഞങ്ങളെ ഗേറ്റ് കടന്നു വന്നതെങ്കിൽ ഞങ്ങളെ വിഷമങ്ങളെ മാറ്റിക്കൊണ്ട് റബ്ബേ. ഇനി ഒരു തങ്ങളെ മുമ്പിലും ഒരു ഉസ്താദിന്റെ മുമ്പിലും ഒരു ഡോക്ടറെ മുന്നിലും ചെന്ന് സങ്കടങ്ങൾ പറയേണ്ട കൽബ് തരല്ല റബ്ബേ. ഒരവസ്ഥ വരുത്തല്ല റബ്ബേ.
അല്ലാഹുവേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. എത്ര സമയമാണ് ഇവിടെ ചെലവഴിക്കുന്നതെങ്കിൽ ആ സമയത്തോളം വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഇവിടുന്ന് കഴിക്കുന്ന ഒരു ഭക്ഷണമുണ്ട്, കഞ്ഞിയുണ്ട്. അത് കഴിക്കുന്നതോടുകൂടി തലയുടെ മൂർത്താവ് മുതൽ കാലിന്റെ പല്ല് വരെ നീ തന്ന രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഒത്തിരി യതീമക്കളെ നോക്കുന്നവരാണ്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് നമ്മള്. ആ യതീമക്കളെ ബർക്കത്ത് കൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഞങ്ങളെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസിനെ നിലനിർത്തണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. الله قبول ആക്കട്ടെ.